വീണ്ടും നമ്മുടെ ആബിദ് ഡോക്ടർ പുതിയൊരു ഐഡിയയും കൊണ്ടുവന്നു. നമുക്ക് ഇടയിലെ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് പഴംപൊരിയും ബീഫും കഴിച്ചാൽ. അങ്ങനെ ആള് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങുമ്പോഴേക്ക് അവിടെ ചെന്ന് ഞാൻ ആളെ അങ്ങ് പൊക്കി. നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള ഇടയിലെ ഹോട്ടൽ. ഒരു തരത്തിലുള്ള ആഡംബരങ്ങളും ഇല്ലാത്ത ഒരു സാധാ വളരെ ചെറിയ ഹോട്ടൽ. പക്ഷെ അവിടുന്ന് കഴിച്ച ബീഫിന്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്ക് കൊതി. പഴംപൊരിയും ബീഫും കോമ്പോന്റെ കൂടെ ഒരു ഗ്ലാസ് ബൂസ്റ്റും കൂടെ ആയപ്പോ പിന്നെ പറയാനുണ്ടോ, സ്വർഗ്ഗം. ബീഫ് ഒരു രക്ഷയില്ല, പൊളിയാണ്. 10 ഔട്ട് ഓഫ് 10, ഒന്നും പറയാനില്ല. ഈ ഇടയിലെ ഹോട്ടലിന്റെ തൊട്ടടുത്താണ് ഫേമസ് ആയിട്ടുള്ള കുറ്റിച്ചിറ പള്ളി. 650 വർഷത്തിൽ കൂടുതൽ ചരിത്രങ്ങളുള്ള ഈ ഒരു പള്ളി രാത്രിയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് അവിടേക്ക് ചുറ്റിക്കറങ്ങി നടന്നപ്പോഴേക്ക് എന്നാ വീണ്ടും വേറെന്തെങ്കിലും കഴിക്കാൻ പോയാലോ എന്നുള്ളൊരു ആശയത്തിലെത്തി ഞങ്ങൾ. എവിടെ പോകും, എന്ത് കഴിക്കും എന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫുഡ് എക്സ്പേർട്ട് എനിക്ക് കുറെ ഓപ്ഷൻസ് തന്നു. ഇവനിനി ഫുഡിലാണോ കർത്താവെ ഡോക്ടറേറ്റ് എടുത്തേക്കുന്നതെന്ന് പോലും എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അത് വീട് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആയി പോകുന്നു. എന്തായാലും തന്ന ഓപ്ഷൻസ് ഞാൻ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആണ് സെലക്ട് ചെയ്തത്. പൊതുവെ അങ്ങനെ മധുരമുള്ള സാധനങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതേവരെ ഈ സംഭവം കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കിയപ്പോ ഞാൻ ഈ സംഭവത്തിന്റെ ഒരു ഫാനായി മാറി. വായിൽ ഇടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈയിങ് ഡെസേർട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഒറിജിനൽ കേക്കും ഡെസേർട്ട്സ് ഒക്കെ ആണെന്ന് വിചാരിക്കെങ്കിലും ഇതെല്ലാം ഒറിജിനലിനെക്കാളും വെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഡെമോ പീസുകളാണ്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ ബൈ.